ഇപ്പോൾ നമുക്കൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്യാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശ്യാം, സ്വാഗതം പബ്ലിക് പൾസിലേക്ക്. അങ്ങ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ പറവൂർ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. പറവൂർ, കൊല്ലം അല്ലേ? പറയൂ ശ്യാം, എന്താണ് അഭിപ്രായം? നമ്മൾ ഈ പണിമുടക്കിനെ കുറിച്ച് പറയുമ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, അതേപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രസ്താവിക്കുക തുടങ്ങിയ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിവിടെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശരി, നമുക്കറിയാം ഈ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അധികാരം കിട്ടിയ അന്ന് മുതൽ കർഷകരെയും തൊഴിലാളികളെയും പരിഗണിക്കാതെയുള്ള ഒരു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഒരു കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഭരണ സംവിധാനമായി BJP മാറിക്കഴിഞ്ഞു. അതിന്റെ ഫലമായി നമ്മൾ മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെ പഞ്ചാബിലൊക്കെ വലിയ കർഷക പ്രതിഷേധങ്ങളും അതിനെ വളരെ ക്രൂരമായി അടിച്ചമർത്തിയ കേന്ദ്ര സർക്കാരിന്റെ പ്രവൃത്തികളെ കണ്ടതാണ്, വളരെ അധികം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സംയുക്ത ട്രേഡ് യൂണിയനിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്ന 24 മണിക്കൂർ പണിമുടക്ക് ഇന്ത്യയിലെ മുഴുവൻ സാധാരണക്കാര ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ സഹകരിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ തങ്ങളുടെ കരുതൽ നന്നായി പോയി. കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്ത് എങ്ങുമുള്ള ആളുകൾ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നില്ല. ചിലയിടത്ത് ചില റാലികളൊക്കെ നടക്കുന്നുണ്ടെന്നല്ലാതെ ഈ വണ്ടികൾ തടയുക, ആളുകളെ ആക്രമിക്കുക, കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് കേരളത്തിലെ നടക്കൂ. അതിനോടുള്ള പ്രതികരണം എന്താണ്? ഈ അക്രമവും അത് കണക്ക് തന്നെ ആളുകളെ വഴിതടയലോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ശരി, തീർച്ചയായും സംയുക്ത ട്രേഡ് യൂണിയൻ ഉയർത്തുന്ന മുദ്രാവാക്യം അതീവ പ്രസക്തിയുള്ള മുദ്രാവാക്യം തന്നെയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരെ മനസ്സിലാക്കുകയും അവരെ അതിനോട് പൊരുത്തപ്പെടാൻ തീർച്ചയായും സഹകരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നിർബന്ധിക്കുകയും അവരെ അതുപോലെ തന്നെ വഴി മുടക്കുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷെ ഈ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും ആവശ്യങ്ങളും എല്ലാം വളരെ ന്യായമായ കാര്യങ്ങൾ തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്യാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞു. അദ്ദേഹവും പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കേന്ദ്ര സർക്കാരിനെതിരെ, ലേബർ കോഡുകൾക്കെതിരെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയുടെ എല്ലാ ആവശ്യമുള്ള ന്യായമാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം ഈ പണിമുടക്ക് നടത്തുന്നതും അത് മാത്രമല്ല കേരളത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു തടസ്സം വരുന്ന രീതിയിലുള്ള പണിമുടക്ക് എന്തിനാണ് എന്നുള്ളത്, അതായത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള പണിമുടക്കെന്ന് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.